നല്ല മഴ ഉണ്ട്. ഇപ്പോൾ കുറച്ച് കുറഞ്ഞാണ്. നമ്മളിപ്പോൾ ഉള്ളത് ഗോതുരത്തിലാണ്. ഗോതുരത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൂത്തകുന്നത്തു നിന്ന് പറവൂർക്ക് പോണ റൂട്ടിലുള്ള ഒരു സ്ഥലമാണ്. ഭയങ്കര മനോഹരമായിട്ടുള്ള കുറേ വിഷ്വൽസൊക്കെ കിട്ടും ഇവിടെ നിന്ന്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വ്ളോഗിന് വേണ്ടിയിട്ട് ഇൻട്രോ സ്റ്റാർട്ട് ചെയ്യണമല്ലോ, അപ്പോൾ ജസ്റ്റ് ഇറങ്ങിയതാണ്. പക്ഷേ നമ്മളിന്ന് പോണത് അതിനേക്കാളും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലത്തേക്കാണ്. നല്ല സർപ്രൈസ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ അവിടെ ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനവിടെ പോയിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ചേട്ടൻ നമ്മൾ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു വ്ളോഗിനുള്ള പരിപാടിക്കായിട്ട് അവിടേക്ക് പോകണം. അപ്പോൾ നമുക്ക് അടുത്തത് അവിടുത്തെ കാഴ്ചകൾ കാണാം. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഞങ്ങൾ കഴിഞ്ഞ ദിവസം മൂന്നാർ പോയിട്ടുണ്ടായിരുന്നു കരിങ്കോഴി ചൂടാനായിട്ട്. അതേ വ്ളോഗിന് ശേഷം നമുക്ക് അടുത്തൊരു ട്രിപ്പ് ഉണ്ട്. ആ ട്രിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള ടു തമിഴ്നാട്, തമിഴ്നാട്ടിൽ ചെന്നൈ ഒന്ന് പോകണം, ബാംഗ്ലൂർ പോകണം, പറ്റുമെങ്കിൽ ഗോവക്ക് ഒന്ന് ഇറങ്ങി തിരിച്ചു വരണം. അപ്പോൾ നമ്മുടെ കൂടുതൽ അപ്ഡേഷൻസ് വെസ്പാസജാരിയുടെ ഇൻസ്റ്റാഗ്രാം പേജിലും ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോസിലേക്ക് പോവാം. ഞാനിവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞോളൂ, ഇവരെന്നെ കൊണ്ട് ഫോട്ടോ ഒക്കെ എടുപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഓക്കെ ട്ടാ, ശരി, ഓക്കെ ഓക്കെ, താങ്ക് യു. നല്ല മഴയുള്ള ദിവസമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇറങ്ങാൻ കുറച്ച് മടിയൊക്കെ ആയിരുന്നു വീട്ടിൽ നിന്ന്. 2 ദിവസമായി നല്ല മഴ ഉണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്ലാൻ ചെയ്തതാണ്, എന്നാലും ലേറ്റായി. കുഴപ്പമില്ല, നല്ല വിഷ്വൽസും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഷോർട്ട് കട്ടൊക്കെ പിടിച്ചിട്ടേ വരാപ്പുഴ പാലത്തിൻ്റെ മുകളിലെത്തിയിട്ടുണ്ട്. അപ്പോഴാണ് ഇത് ശ്രദ്ധയപ്പെട്ടത്. സംഭവം വേറെ ഒന്നുമില്ല, കൊച്ചിൻ റിഫൈനറിയിൽ നിന്ന് ഉയരണ പുകയാണ്. ആ സംഭവം നേരം മുകളിലേക്കൊക്കെ പോയിട്ട് മേഘങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇത് കണ്ടപ്പോഴാണ് ഒരു കാര്യം ആലോചിച്ചത്. പണ്ട് ഫാമിലിയൊക്കെ ആയിട്ട് പോയപ്പോഴേ രാത്രി ഇതേപോലെ ഉണ്ടായിരുന്നു, തീ വരുന്നുണ്ടായിരുന്നു. ഞങ്ങൾ വിചാരിച്ച എവിടെയെങ്കിലും തീ പിടിച്ചിടുന്നു. അങ്ങനെ അവസാനം എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ച്. അപ്പോൾ ഫ്രണ്ടാണ് പറയണത് സംഭവം ഇതാണെന്ന്. ഇത് ബ്ലൂ ബസാർ ഷോപ്പിംഗ് വില്ലേജാണ്. നമ്മുടെ വരാപ്പുഴ പാലം കഴിഞ്ഞ പാടെ തന്നെ ലെഫ്റ്റുള്ളതാണ് സംഭവം. ഇപ്പോൾ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതാണ്. ഈ ഓണത്തിൻ്റെ ടൈമിലായിരുന്നു ഇനാഗുറേഷൻ തോന്നണം. കാരണം ഗ്രാൻഡ് ആയിരുന്നില്ല, കൊറോണയുടെ സംഭവങ്ങളൊക്കെ കാരണം. അപ്പം അതൊക്കെ അവിടുത്തെ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ നോക്കി ഇവർ അവകാശപ്പെടുന്നത് വെച്ച് കഴിഞ്ഞാൽ സൗത്ത് ഇന്ത്യയിലെ ആദ്യത്തെ ഷോപ്പിംഗ് വില്ലേജ് എന്നാണ്. അതിൻ്റെ അകത്ത് ഫിഷിൻ്റെ സ്റ്റാളുകളുണ്ട്, മീറ്റിൻ്റെ സ്റ്റാളുകളുണ്ട്, അതുപോലെ മറ്റ് എന്താ പറയുക, നമുക്കൊരു മാർക്കറ്റിൽ കാണാൻ പറ്റുന്ന എല്ലാവരും സംഭവങ്ങളും ഇതിൻ്റെ അകത്തുണ്ട്. ആളുകൾ കുറവാണ്, കാരണം ടൈം അറിയാമല്ലോ, കൊറോണ ടൈം കഴിഞ്ഞാൽ അടിപൊളിയാവുമെന്ന് തോന്നുന്നു. നേരെ ചേരാനിലൊരു സിഗ്നലെത്തി. വന്ന പാടെ തന്നെ നമുക്ക് സിഗ്നൽ കിട്ടി. നേരെ റൈറ്റ് കട്ട് ചെയ്ത് കണ്ടെയ്നർ റോഡ് വഴി നേരെ വെച്ച് അങ്ങോട്ട് പിടിപ്പിച്ചു. ആസ്റ്റർ കഴിഞ്ഞ് അടുത്തൊരു ബ്രിഡ്ജും കൂടി കിട്ടി. അതിനുശേഷമാണ് നമ്മൾ പോകാൻ പോകുന്ന സ്ഥലം പിഴല. പിഴല എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. കടമക്കുടി എന്നൊക്കെ പറയും. എൻ്റെ ഓർമ്മയിൽ ഈ ബ്രിഡ്ജ് ഓപ്പൺ ആയിട്ട് അധികം ടൈമൊന്നും ആയിട്ടൊന്നുമില്ല. ഇപ്പോൾ 1 വർഷം മാക്സിമം, 1 വർഷം അല്ലെങ്കിൽ 1 വർഷത്തിൽ കൂടുതലായിട്ടുണ്ടാവുള്ളൂ. നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഇതിൻ്റെ കുറേ കാര്യങ്ങളുണ്ട്, അതൊക്കെ നമുക്ക് അറിയുന്ന ആൾക്കാരടുത്ത് ചോദിക്കാം. എന്തായാലും വെസ്പ് എടുത്തിട്ട് ഒരു 100 വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നല്ല നല്ല സ്ഥലങ്ങൾ കാണുമ്പോൾ പതുക്കെ ചവിട്ടും, പിന്നെയും പോവും. പിന്നെ കുറച്ചും കൂടി മുൻപോട്ട് വന്നപ്പോഴാണ് സീൻ മാറി തുടങ്ങിയത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത്രയ്ക്കും തിരക്കുള്ളൊരു സ്ഥലത്തുനിന്ന് നമ്മളിങ്ങോട്ട് വരില്ലേ, അപ്പോൾ നമ്മുടെ കണ്ണ് തന്നെ എന്താ പറയുക, ഭയങ്കര അത്ഭുതം വരെ വരും നമുക്ക്. കാരണം എന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു സ്ഥലം നമ്മൾ ഈ സിറ്റിയുടെ ഉള്ളിൽ തീരെ പ്രതീക്ഷിച്ചിട്ടില്ല. നമ്മളിങ്ങോട്ട് എത്തുന്നേക്കാളും മുമ്പ് ബാബുചേട്ടനെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയേക്കണം. അപ്പോൾ അതുവരെ ഞങ്ങൾ പതുക്കെ കുറച്ച് വിഷ്വൽസും പരിപാടികളൊക്കെ കവർ ചെയ്ത് കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് പുള്ളിക്കാരൻ എത്തിയത്. മഴ ചാറിക്കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ചില സമയത്തൊക്കെ വെയിൽ വരും, ചില സമയത്ത് വീണ്ടും മഴക്കാർ വരും. അത് നിങ്ങൾക്ക് ഈ വിഷ്വലിൽ കറക്റ്റായിട്ട് കാണാൻ പറ്റും. ചില സമയത്തൊക്കെ നന്നായിട്ട് മഴക്കാറുണ്ടായിരുന്നു, ചില സമയത്തൊക്കെ നല്ല വെയിലുണ്ടായിരുന്നു. എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആലപ്പുഴയിൽ കാണാൻ മിക്കവാറും ഇങ്ങനെയൊക്കെയുള്ള കായലും പരിപാടികളൊക്കെ കാണാനായിട്ട് പോവാം. പക്ഷേ നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഇങ്ങനത്തെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലം ഉള്ളത് മിക്കവർക്കും അറിയില്ല.
അതിനാണ് നമ്മൾ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കയാക്കിംഗ് ഉണ്ട് ഇവിടെ. കാരണം ഇത്രയും തിരക്കിൻ്റെ ഇടയിൽ കിടക്കുന്ന ഒരു സിറ്റിയുടെ ഇടയിൽ കിടക്കുന്ന ഒരു സ്ഥലമാണത്. ഇതൊരു ദ്വീപാണ്. ഇതിൻ്റെ പേര് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു, പിഴല എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ഥലമൊന്നും അങ്ങനെ അധികം ആൾക്കാർക്ക് അറിയപ്പെട്ട് തുടങ്ങിയിട്ടില്ല. ഇവിടെയുള്ള ആളുകൾക്കൊക്കെ അറിയാം, പക്ഷേ എന്നെപ്പോലുള്ള ആളുകൾക്ക് അധികം അറിയില്ല. അപ്പോൾ നമ്മുടെ ഈ ചാനലിൽ കൂടി അത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാനായിട്ടാണ് നമ്മളെ ശ്രമം. അപ്പോൾ ഇതിൻ്റെ ഫുള്ള് ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയണതാണ്. ആരും സ്കിപ്പ് അടിക്കാണ്ട് വീഡിയോ കാണുക. അപ്പോൾ ഫുള്ള് ഡീറ്റെയിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഭയങ്കര രസമുള്ള സ്ഥലമാണ് കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കുക, കോൺടാക്റ്റ് ചെയ്യുക. ടൈം എടുത്തിട്ട് നിങ്ങളുടേതായ ടൈമിൽ നിങ്ങൾക്ക് വരാം. ഓക്കെ, ബാക്കി വിഷ്വൽസ് വരുന്നു. ഈ പ്രോപ്പർട്ടിയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കാണാനുള്ള സൗന്ദര്യം മാത്രമല്ല, ഇവർ ഇതിൻ്റെ അകത്ത് അതിൻ്റെ ഇടയിൽ കൃഷിയും കൂടിയും ചെയ്യുന്നുണ്ട്. കൃഷി എന്ന് വെച്ച് കഴിഞ്ഞാൽ നെൽകൃഷി ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ മത്സ്യകൃഷിയുണ്ട്. ഇനി ടൂറിസ്റ്റുകളൊക്കെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ചീന വല സെറ്റ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ബോട്ടിങ്, കയാക്കിങ് ഉണ്ട്, ഷിക്കാര എന്ന് പറഞ്ഞ സംഭവമുണ്ട്, അതൊക്കെ ഉണ്ട്. ഫുൾ ഡീറ്റെയിൽ നമുക്ക് വഴി അറിയാട്ടോ. ഞാൻ ഈ ദ്വീപിനെക്കുറിച്ച് കേട്ടതനുസരിച്ചിട്ട് ഏകദേശം 14 ദ്വീപുകളുണ്ട് ഇതിൻ്റെ അകത്ത്. അതിൽപ്പെട്ട ഒന്നാണ് ഈ പിഴല, അതായത് കടമക്കുടിപ്പെട്ട നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ പ്രദേശം. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, നമ്മളിപ്പോൾ ഉള്ളത് എറണാകുളം ജില്ലയിലാണ്. എറണാകുളം ജില്ലയിൽ ഈ സിറ്റിയിൽ നിന്ന് കുറച്ചിങ്ങോട്ട് മാറിയിട്ട് ഇത്രയ്ക്കും നല്ല ഒരു സ്ഥലം ഇവിടെ സ്ഥിതി ചെയ്യുന്ന കാര്യം നമ്മൾ വേറെ ഒരാൾ പറഞ്ഞിട്ടാണ് അറിയുന്നത്. എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ് അറിയുന്നത്. അങ്ങനെയാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നതും ഇവിടെക്കുറിച്ച് ഇവിടുത്തെ കാര്യങ്ങളെക്കുറിച്ച് അറിയാനായിട്ട്. സുരേഷ് ബാബു പുള്ളിക്കാരനാണ് ഇവിടുത്തെ ഇൻചാർജ് കംപ്ലീറ്റ്. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ കംപ്ലീറ്റ് പുള്ളിക്കാരൻ പറഞ്ഞുതരും. ഇത് പിഴല എന്ന് പറഞ്ഞ സ്ഥലമാണ്. പിഴല കടമക്കുടി ഗ്രാമപഞ്ചായത്തിലെ ഒരു 14 ഐലൻഡിൽ ഒരു ഐലൻഡാണ് പിഴല. പിഴലയിലാണ് ഈ സ്ഥലം. ഇവിടെ ഞങ്ങൾക്ക് ഇതൊരു ചെമ്മീൻ കെട്ടാണ്. കൂടാതെ ഇപ്പോൾ ടൂറിസമായിട്ട് കയാക്കിങ്, അതുപോലെ തന്നെ ഷിക്കാര, ഹൗസ് ബോട്ട്, അങ്ങനെയുള്ള പരിപാടികളെല്ലാം ഇവിടെയുണ്ട്. അപ്പോൾ പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഏതെങ്കിലും എന്താ പറയുക ടൂറിസ്റ്റുകൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം സ്പെൻഡ് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ദിവസം അടിപൊളിയായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ ഫുഡ് പ്രൊവൈഡ് ചെയ്യണ്ട. ഫുഡ് പ്രൊവൈഡ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഹോം സ്റ്റേയിൽ ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ കൂടാതെ ഈ ഹൗസ് ബോട്ട് എന്ന് പറഞ്ഞില്ലേ, ഹൗസ് ബോട്ടിൽ നമുക്ക് ഒരു 5-8 ഐലൻഡ് കവർ ചെയ്തുകൊണ്ട് ഇവിടെ വീരമ്പുഴ എന്ന് പറഞ്ഞൊരു വലിയ പുഴയുണ്ട്, അതുകൊണ്ട് കായൽ പോലെ. അവിടെ പോയ വൈകിട്ട് ഒരു സൺസെറ്റ് ഒക്കെ കണ്ടുകൊണ്ട് പോകുന്നു കഴിഞ്ഞാൽ നല്ലൊരു ഈ റൂട്ട് പോവാം. അതിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അപ്പോൾ അതിനകത്ത് നമുക്ക് ഭക്ഷണം കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അത് എന്താ പറയുക, മറ്റേതാണ് നമ്മുടെ കെട്ടുവള്ളം പോലത്തെ വലുതാണ്. അതിനകത്ത് ഈ ഗ്രില്ല് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ഭക്ഷണം മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സൗകര്യമുണ്ട് അതിനകത്ത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ പാലം ഇപ്പോൾ ഓപ്പൺ ആയതിന് ശേഷമാണ് ഞാൻ ഒരു തവണ അതിന് മുമ്പ് വന്നത്. ഇവിടെ നിന്ന് ഇങ്ങോട്ടൊന്നും ഇറങ്ങിയിട്ടുണ്ടായില്ല. ഞാൻ അവിടെ ഒന്ന് ജസ്റ്റ് എല്ലാവരും കറങ്ങണ പോലെ തന്നെ കറങ്ങിപ്പോയി. പക്ഷേ ഇതിപ്പോൾ എത്ര വർഷമായിട്ടുണ്ട് ശരിക്കും? ഈ പാലം 1 വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ, പുതിയതായിട്ട് അധികം കാലമായില്ല. അതിനു മുമ്പ് ജങ്കാറായിരുന്നു. ഇപ്പൊ പാലം വന്നേ പിന്നെ സൗകര്യമായി. ഇപ്പൊ ഒരുപാട് ആളുകളൊക്കെ വന്നു തുടങ്ങി. അപ്പൊ അതിൽ പിന്നെയാണോ നമ്മൾ ഇപ്പൊ സംഭവങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തത്? അതെ, അതിൽ പിന്നെയാണ് നമ്മൾ ഇവിടെ ഈ ഷിക്കാരയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങിയത്. ഇതിനു മുമ്പ് നമ്മുടെ ബോസ് കോതാടാണ് സ്ഥലം. അവിടെ ഹോം സ്റ്റേയും ബാക്കി എല്ലാ സൗകര്യങ്ങളും ഉണ്ട് തൊട്ടപ്പുറത്ത് കോതാട്. അപ്പൊ ഇവിടെ വരുന്ന ഗസ്റ്റുകൾക്കാണെങ്കിൽ നമുക്ക് അവിടെ ഹോം സ്റ്റേ പാക്കേജ് പോലൊക്കെ ചെയ്തു കൊടുക്കാം. അത് വേണമെങ്കിൽ പാക്കേജ് ഒക്കെ ചെയ്തു കൊടുക്കാം നമുക്ക്. ഓക്കെ, ഈ സംഭവം എന്ന് പറഞ്ഞാൽ അത് മാത്രമല്ല കേട്ടോ, ഇപ്പൊ പുറത്തുനിന്ന് വരുന്ന ആളുകൾക്ക് വേണമെങ്കിൽ ഇവിടെ വിസിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേറെ റെസ്ട്രിക്ഷൻസ് പരിപാടികളൊന്നുമില്ല. ഇപ്പം നമുക്ക് ഒരു ദിവസം വന്നിട്ട് വേണമെങ്കിൽ ഒന്ന് കറങ്ങി പിടിക്കുക. ഇവരെ എല്ലാവിധ സപ്പോർട്ടും വരുന്ന ആളുകൾക്ക് ഗസ്റ്റിനെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ എക്സ്ട്രാ ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇവർ പേയ്മെൻ്റ് ഒക്കെ ഇതാക്കുന്നത് അല്ലേ? അതെ. അപ്പോഴേ സുരേഷേട്ടാ കണ്ടതിൽ ഭയങ്കര സന്തോഷം. തീർച്ചയായിട്ടും. കാരണം ഞങ്ങൾക്കും ഓക്കെ. അപ്പൊ ഇതുപോലെ തന്നെ നമുക്ക് ഇനിയും ഞങ്ങളെ പോലത്തെ കുറെ പേരുണ്ട്, ഇത്രയും സ്ഥലങ്ങളൊക്കെ ഒന്ന് ചുറ്റി കറങ്ങിയിട്ടൊക്കെ പോരാം എന്നൊക്കെയുള്ള ആളുകളൊക്കെ ഉണ്ട്. അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് നമ്പർ കൊടുക്കാം അല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആർക്കെങ്കിലൊക്കെ താല്പര്യം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരനെ വിളിച്ചിട്ട് ഒന്ന് എന്റെ ബോസിന്റെ നമ്പറും കൊടുത്തേക്കാം. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് പുള്ളിക്കാരനെ വിളിക്കുക, വരാം, എൻജോയ് ചെയ്യാം. ഓക്കെ.
ഓക്കെ ഒരു മിനിറ്റ് കട്ട് ചെയ്യലട്ടാ. ഞാനിവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞോളൂ, ഇവരെന്നെ കൊണ്ട് ഫോട്ടോ ഒക്കെ എടുപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഓക്കെ ട്ടാ, ശരി, ഓക്കെ ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇതുപോലെ ഈ മച്ചാന്മാരെ പോലെ ഒരുപാട് പേര് അവിടെ കറങ്ങാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ കാഴ്ചകളും മറ്റുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് അടിക്കണം, കമൻറ്റ് അടിക്കണം, ഷെയർ ചെയ്യണം. ഇനിയും ഇതിനേക്കാളും അടിപൊളിയായിട്ടുള്ള വീഡിയോസ് ഇനി വരുന്നുണ്ട്. അതായത് പുറത്തേക്കുള്ള കുറച്ച് ട്രിപ്പും പരിപാടികളൊക്കെ, പുറത്തെന്ന് വെച്ചാൽ കേരളത്തിന് പുറത്തേക്ക് കുറച്ച് ട്രിപ്പൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മുടെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.